നമസ്കാരം. പ്രവാസികൾ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇറാൻ തുറമുഖങ്ങളിൽ അമേരിക്ക പ്രഖ്യാപിച്ച നാവിക ഉപരോധം ഔദ്യോഗികമായി ആരംഭിച്ചു. എന്നാൽ അമേരിക്കയുടെ നീക്കം രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇത് കടൽക്കൊള്ളയാണെന്നും ഇറാൻ ആരോപിച്ചു. ഇറാന്റെ തുറമുഖങ്ങൾക്കും തീരപ്രദേശങ്ങൾക്കും ചുറ്റും 15ലധികം യുദ്ധക്കപ്പലുകളാണ് അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ നാവിക ഉപരോധം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. USS ട്രിപ്പോളി എന്ന ആംഫിയൻസ് അസോൾട്ട് കപ്പൽ അറബിക്കടലിൽ പ്രവർത്തനം തുടങ്ങി. F-35B ലൈറ്റ്നിംഗ് 2 സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങളും MV-22 ഒസ്പ്രേഗ യുദ്ധവിമാനങ്ങളും ഇതിലുണ്ട്. പട്ടാളക്കാരെ കരയിൽ ഇറക്കാനും നാവിക വ്യോമസേനകളെ സഹായിക്കാനും ഒരുപോലെ കഴിയുന്നവയാണ് ആംഫിബിയൻസ് അസോൾട്ട് കപ്പലുകൾ. അറേബ്യൻ ഗൾഫിലെയും ഒമാൻ ഉൾക്കടലിലെയും ഉൾപ്പെടെ ഇറാന്റെ തുറമുഖങ്ങളിലേക്കും തീരപ്രദേശങ്ങളിലേക്കും പ്രവേശിക്കുന്നതും അവിടെ നിന്ന് പുറപ്പെടുന്നതുമായ എല്ലാ കപ്പലുകൾക്കും ഉപരോധം ഒരുപോലെ ബാധകമായിരിക്കുമെന്ന് US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഹോർമൂസ് കടലിടുക്കിലൂടെ മറ്റു തുറമുഖങ്ങളിലേക്ക് പോകുന്നതോ അവിടെ നിന്ന് വരുന്നതോ ആയ കപ്പലുകളെ തടയില്ലെന്നും സൈന്യം വ്യക്തമാക്കി. ഇറാൻ തുറമുഖങ്ങളിൽ അമേരിക്ക പ്രഖ്യാപിച്ച നാവിക ഉപരോധം എന്തും സംഭവിക്കാവുന്ന മട്ടിലാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അതേസമയം ഇറാനുമേൽ ഏർപ്പെടുത്തിയ സമുദ്ര ഉപരോധം ലംഘിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ഇറാനിയൻ ബോട്ടുകളെയും അപ്പോൾ തന്നെ ഇല്ലാതാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാനിയൻ തുറമുഖങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ള അമേരിക്കൻ നാവിക ഉപരോധം തിങ്കളാഴ്ച മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. അതിനുശേഷമാണ് ട്രംപിന്റെ കടുത്ത പ്രതികരണം ഉണ്ടായത്. വാസ്തവത്തിൽ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഒരു വാഗ്വാദം തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മാർപ്പാപ്പ ലിയോ 14 തമ്മിൽ നടക്കുന്നത്. ട്രംപും മാർപ്പാപ്പയും നേർക്കുനേർ വന്നതോടെ ചരിത്രത്തിലെ വലിയൊരു വാക്പോരാണ് ഉടലെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വത്തിക്കാനും വൈറ്റ് ഹൌസും തമ്മിലുള്ള ബന്ധം ഇതുവരെ ഇല്ലാത്ത വിധം വഷളായിരിക്കുകയാണ്. സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന മാർപ്പാപ്പയെ ഭീരുവെന്ന് വിളിച്ചും പരിഹസിച്ചുമാണ് ട്രംപ് രംഗത്തെത്തിയത്. ഇതിലെ പ്രധാന സംഭവ വികാസങ്ങൾ നോക്കിയാൽ US പ്രസിഡന്റ് ട്രംപിന്റെ പരിഹാസമാണ് ഇതിൽ ഏറ്റവും വലിയത്. മാർപ്പാപ്പയ്ക്ക് ഭയമാണെന്നും അദ്ദേഹം ദുർബലനാണെന്നുമാണ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ലിയോ 14 മാർപ്പാപ്പ ആയത് തന്റെ സ്വാധീനം കൊണ്ടാണെന്നും അദ്ദേഹത്തിന്റെ സമാധാന സന്ദേശങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് ദോഷം ചെയ്യുന്നുവെന്നും ട്രംപ് ആരോപിച്ചു. ട്രംപിന്റെ ആക്രമണങ്ങൾ അദ്ദേഹത്തിന്റെ നിസ്സഹായാവസ്ഥയുടെ വെളിപ്പെടുത്തലാണെന്ന് വത്തിക്കാൻ പ്രതിനിധി ആന്റോണിയോ സ്പെരാദോ തിരിച്ചടിച്ചു. എന്നാൽ മാർപ്പാപ്പയുടെ പ്രതികരണമായി അൾജീരിയയിലേക്കുള്ള യാത്രാമധ്യേ വിമാനത്തിൽ വെച്ച് മാർപ്പാപ്പ നേരിട്ട് ഇതിന് മറുപടിയും നൽകി. താൻ ഒരു രാഷ്ട്രീയക്കാരനല്ലെന്നും സമാധാനത്തിന്റെ പാലങ്ങൾ പണിയുക എന്നതാണ് തന്റെ ജോലിയെന്നും പാപ്പ വ്യക്തമാക്കി. തനിക്ക് ട്രംപ് ഭരണകൂടത്തെ ഭയമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർവ്വശക്തിയുണ്ടെന്ന മിഥ്യാഭ്രമത്തിനെതിരെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കണമെന്ന് ലിയോ മാർപ്പാപ്പയുടെ ആഹ്വാനം ഉണ്ടായതിന്റെ പിന്നാലെ ഇറാനിൽ USഉം ഇസ്രയേലും നടത്തുന്ന ആക്രമണം ആത്മപ്രശംസയുടെയും പണക്കൊഴുപ്പിന്റെയും അധികാരഭാവത്തിന്റെയും പ്രതിഫലനമാണെന്നാണ് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലെ സന്ധ്യാപ്രാർത്ഥനയിൽ മാർപ്പാപ്പ അഭിപ്രായപ്പെട്ടത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേരെടുത്ത് പറയാതെയായിരുന്നു മാർപ്പാപ്പയുടെ വിമർശനം. ചുരുക്കത്തിൽ ലോകത്തെ ഏറ്റവും വലിയ രണ്ട് ശക്തികൾ തമ്മിലുള്ള ഈ പോരാട്ടം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. മിണ്ടുന്നത് വെള്ളിയാണെങ്കിൽ മിണ്ടാതിരിക്കുന്നത് പൊന്നാണെന്ന ചൊല്ല് ഈ സാഹചര്യത്തിൽ ആരും ഗൗനിക്കുന്നില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതേസമയം ലിയോ 14 മാർപ്പാപ്പയ്ക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയതിനു പിന്നാലെ സ്വയം യേശുവായി ചിത്രീകരിച്ച് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പോസ്റ്റ്. രോഗശാന്തി നൽകുന്ന യേശുവായി സ്വയം ചിത്രീകരിക്കുന്ന AI ചിത്രമാണ് ട്രംപ് പങ്കുവച്ചത്. അമേരിക്കൻ പതാകയുടെ പശ്ചാത്തലമുള്ളതാണ് ചിത്രം. സൈനികർ, വിമാനങ്ങൾ, നഴ്സുമാർ, രോഗി തുടങ്ങിയ ആളുകളെ ഉൾപ്പെടുത്തിയാണ് AI ചിത്രം. തന്നെ ഒരു അത്ഭുത പ്രവർത്തകനായി, അതായത് യേശുവിനെ പോലെ ചിത്രീകരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിത്രം ട്രംപ് പങ്കുവച്ചത് ഇപ്പോൾ വലിയ വിവാദത്തിന് തിരികൊളുത്തിയിട്ടുണ്ട്. ഇറാൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധനവില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ ജർമ്മനിയിലെ ഭരണകക്ഷികളായ CDUം SPDയും ചേർന്ന് ജനങ്ങൾക്ക് ആശ്വാസകരമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തി. ചാൻസലർ ഫ്രീഡ്രിഷ് മെർസ് ആണ് തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചത്. ഇതിൽ തീരുമാനങ്ങൾ പ്രധാനമായി പറയുമ്പോൾ ഇന്ധനവില കുറയും, അതായത് ടാങ്ക് റിബേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഊർജ്ജ നികുതി, അതായത് എനർജി സ്റ്റോയർ കുറയ്ക്കാനും സർക്കാർ തീരുമാനിച്ചു. ഇതിൽ പെട്രോൾ, ഡീസൽ വിലയിൽ 17 സെന്റ് കുറവുണ്ടാകും. ഈ ഇളവ് താൽക്കാലികമായി 2 മാസത്തെ
മാസത്തേക്ക് മാത്രമായിരിക്കും ലഭിക്കുക. മെയ് 1 മുതൽ നിയമം പ്രാബല്യത്തിലാവും. ഇതിനോടൊപ്പം പ്രഖ്യാപിച്ച ഇന്ധന നികുതി ഇളവ്, അതായത് 17 സെന്റ്, അടുത്ത 2 മാസത്തേക്കാണ് ബാധകമാകുന്നത്. ഇതിലൂടെ ഏകദേശം 1.6 ബില്യൺ യൂറോയുടെ ഇളവാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത. ജർമ്മനിയിലെ ജോലിയുള്ള എല്ലാ ജീവനക്കാർക്കും ഒരു ബോണസ് ലഭിക്കും. കമ്പനികൾ തങ്ങളുടെ ജീവനക്കാർക്ക് 1000 യൂറോ വരെ നികുതി രഹിതമായി, അതായത് ടാക്സ് ഫ്രീ ആയി നൽകാൻ അനുവാദം നൽകുന്നതാണ് ഇത്. ഇതിലൂടെ ലഭിക്കുന്ന തുകയിൽ നിന്ന് ടാക്സോ മറ്റ് ഇൻഷുറൻസ് വിഹിതങ്ങളോ ഈടാക്കുന്നില്ല. മെർസ് സർക്കാർ പ്രഖ്യാപിച്ച 1000 യൂറോ ബോണസ് പദ്ധതി ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ പറയുമ്പോൾ എപ്പോൾ ലഭിക്കുമെന്ന കാര്യത്തിൽ ഇത് എത്രയും വേഗം നടപ്പിലാക്കണമെന്നാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതേസമയം ബെർലിൻ മേയർ കായി വാഗ്നർ ആവശ്യപ്പെട്ടത് 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ ആനുകൂല്യം ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങണം എന്നാണ്. എന്നാൽ ഇത് നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അതാത് ആർബൈറ്റ്സ് ഗേബറിനായിരിക്കും എന്ന് മാത്രം. ആർക്കൊക്കെ ലഭിക്കുമെന്ന് ചോദിച്ചാൽ ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാർക്കും നൽകണമെന്നാണ് സർക്കാർ പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 1000 യൂറോയ്ക്ക് നികുതിയോ മറ്റ് സോഷ്യൽ സെക്യൂരിറ്റി വിഹിതങ്ങളോ ഒന്നും നൽകേണ്ടതില്ല. അതായത് ഈ തുക മുഴുവനായി ജീവനക്കാരന്റെ കയ്യിൽ കിട്ടും, അതായത് ബാങ്ക് അക്കൗണ്ട് മുഖേന. ഇത് അടിയന്തര ആശ്വാസമായി നൽകുന്ന ഒന്നായതുകൊണ്ട് ഈ വർഷം തന്നെ ലഭ്യമാക്കണമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ സർക്കാർ ഇതിന് അനുമതി നൽകി കഴിഞ്ഞു. ഇനി ഓരോരുത്തരുടെയും തൊഴിലുടമയാണ് ഈ തുക എന്നു മുതൽ നൽകണമെന്ന കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. ഈ തുക കണ്ടെത്തുന്നതിനായി ഈ വർഷം തന്നെ പുകയില നികുതി വർദ്ധിപ്പിക്കുമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നേരത്തെ തീരുമാനിച്ചിരിക്കുന്ന ആദായ നികുതി പരിഷ്കരണം 2027 ജനുവരി 1 മുതലാണ് നടപ്പാക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ പരിഷ്കരണം, അതായത് ഹെൽത്ത് റിഫോം, ഇക്കൊല്ലത്തെ വേനൽക്കാല അവധിക്ക് മുൻപായി നടപ്പിലാക്കാൻ ശ്രമിക്കും എന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. ഏതാണ്ട് ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ അത് നിലവിൽ വരും. കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ധനവില വർദ്ധിച്ചതിനാൽ ജനങ്ങൾ കാർ ഉപയോഗം കുറച്ചതായും ഈസ്റ്റർ സമയത്ത് ട്രാഫിക് ബ്ലോക്കുകൾ കുറവായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ രംഗത്ത് വന്നിട്ടുണ്ട്. ആഗോള രാഷ്ട്രീയത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും സാമ്പത്തികമായി നേരിടാൻ സർക്കാരിന് കഴിയില്ലെന്നും പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് മെർസ് പറഞ്ഞു. എങ്കിലും നിലവിലെ സാഹചര്യം മെച്ചപ്പെടുത്താൻ ഇത് സാധ്യമായതൊക്കെ ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹംഗറിയിൽ 16 വർഷം നീണ്ടുനിന്ന വിക്ടർ ഓർബാന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് ചരിത്ര വിജയം. പ്രധാനമന്ത്രി വിക്ടർ ഓർബാന് പരാജയം സമ്മതിക്കേണ്ടി വന്നു. തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വേദന നിറഞ്ഞ ഫലമാണിതെന്ന് അദ്ദേഹം പ്രതികരിച്ചു. വിജയത്തിന് പിന്നാലെ തന്റെ വെല്ലുവിളിയായിരുന്ന പ്രതിപക്ഷ നേതാവ് പീറ്റർ മഗ്യാറിനെ ഓർബൻ അഭിനന്ദിച്ചു. ഏതാണ്ട് എല്ലാ വോട്ടുകളും എണ്ണിക്കഴിഞ്ഞപ്പോൾ പീറ്റർ മഗ്യാറിന്റെ നേതൃത്വത്തിലുള്ള ടിസ പാർട്ടി ആകെയുള്ള 199 സീറ്റുകളിൽ 138 എണ്ണവും കരസ്ഥമാക്കി. വൻ വിജയമാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ പാർലമെന്റിൽ സുസ്ഥിരമായ 3/2 ഭൂരിപക്ഷം പീറ്റർ മഗ്യാറിന് ലഭിക്കും. ഭരണവിരുദ്ധ വികാരവും മാറ്റത്തിനായുള്ള ജനങ്ങളുടെ ആഗ്രഹവുമാണ് ഹംഗറിയിൽ പ്രതിഫലിച്ചത്. യൂറോപ്യൻ യൂണിയനുമായുള്ള ബന്ധം ശക്തമാക്കുന്നതിനും ജനാധിപത്യ മൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും ഈ വിജയം വഴിയൊരുക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതേസമയം ഹംഗറിയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ നേതാവ് വിക്ടർ ഓർബാന്റെ പരാജയപ്പെട്ടതിനെ സ്വാഗതം ചെയ്ത ജർമ്മൻ ചാൻസലർ. ഓർബാന്റെ പരാജയം വലതുപക്ഷ പോപ്പുലിസത്തിന് ഏറ്റവും കനത്ത തിരിച്ചടിയാണ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് പീറ്റർ മഗ്യാർ ഉജ്ജ്വല വിജയം നേടിയ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന്റെ പിന്നാലെയായിരുന്നു വാർത്താ സമ്മേളനത്തിൽ മെർസ് ഇപ്രകാരം പ്രഖ്യാപിച്ചത്. റഷ്യൻ അനുകൂല നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ഓർബാന്റെ പതനം പാശ്ചാത്യ ജനാധിപത്യത്തിന്റെ കരുത്താണെന്ന് മെർസ് കൂട്ടിച്ചേർത്തു. ക്രെംലിൻ ഇടപെടലുകളും റഷ്യൻ പ്രൊപ്പഗാൻഡകളും പ്രതിരോധിക്കാൻ ഹംഗറി തയ്യാറായി എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. ആഗോള വിപണിയിലെ ക്രൂഡ് ഓയിൽ വില വർധനയെ തുടർന്ന് ജർമ്മനിയിൽ ഇന്ധനവിലയിൽ വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഡീസലിന് ലിറ്ററിന് ഏകദേശം 2.30, പെട്രോളിന് സൂപ്പർ E10ന് 2.12 യൂറോയാണ് വില. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ അഭിമാനമായ സൂപ്പർ താരം മോഹൻലാൽ പങ്കെടുക്കുന്ന ഭീമൻ ലൈവ് ഷോ ജർമ്മനിയിൽ അരങ്ങേറുന്നു. ഇക്കൊല്ലം ജൂൺ 26 ഓബർഹൗസനിലെ റുഡോൾഫ് വേബർ അരീനയിൽ നടക്കുന്ന ദി കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ ലൈവ് ഇൻ ജർമ്മനി ബിയോണ്ട് ദ സ്ക്രീൻ എന്ന പരിപാടി യൂറോപ്പിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഇന്ത്യൻ സ്റ്റാർ നൈറ്റായി വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയനായ അഭിനേതാക്കളിൽ ഒരാളായ മോഹൻലാൽ ആണ് പരിപാടിയുടെ മുഖ്യ ആകർഷണം. 2025 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവായ
അദ്ദേഹം 5 ദേശീയ പുരസ്കാരങ്ങളും 9 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ഉൾപ്പെടെ 150-ലധികം അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. 2001 പത്മശ്രീയും 2019 പത്മഭൂഷണും നേടിയതിനൊപ്പം ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിലെ ലഫ്റ്റനന്റ് കേണൽ എന്ന പദവിയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സംഗീതം, നൃത്തം, സിനിമാറ്റിക് അവതരണങ്ങൾ എന്നിവയുടെ സമന്വയത്തോടെ ഒരു ഭംഗിയാർന്ന ഇന്ത്യൻ സ്റ്റാർ നൈറ്റ് ഷോ ആയിരിക്കും ബിയോണ്ട് ദ സ്ക്രീൻ. പ്രശസ്ത ഗായിക KS ചിത്രയും ഈ വേദിയിൽ പങ്കുചേരും. 5 ദശാബ്ദങ്ങളിലേറെയായി നീണ്ട കരിയറിൽ 25,000-ലധികം ഗാനങ്ങൾ പാടിയ ചിത്ര ഇന്ത്യൻ സംഗീത ലോകത്തെ മഹത്തായ ശബ്ദങ്ങളിൽ ഒന്നാണ്. ഒപ്പം ധ്യാൻ ശ്രീനിവാസൻ, കലാഭവൻ ഷാജോൺ, ഷൈൻ ടോം ചാക്കോ, റംസാൻ മുഹമ്മദ്, സ്വാസിക, സാനിയ അയ്യപ്പൻ എന്നിവർക്കൊപ്പം വിധു പ്രതാപ്, മനോജ് ജോർജ്, അഞ്ജു ജോസഫ്, അനൂപ് കോവളം തുടങ്ങി നിരവധി കലാകാരന്മാരും പരിപാടിയിൽ പങ്കെടുക്കും. 1996 മുതൽ ലോകപ്രശസ്ത കലാകാരന്മാരുടെ വേദിയായ റുഡോൾഫ് വേബർ അരീന ഏകദേശം 13,000-ഓളം ആളുകൾക്ക് സൗകര്യമൊരുക്കുന്ന ജർമ്മനിയിലെ പ്രമുഖ മൾട്ടി ഫംഗ്ഷണൽ വേദിയാണ്. കോൾഡ് പ്ലേ, ജസ്റ്റിൻ ബീബർ എന്നിവരെ പോലുള്ള അന്താരാഷ്ട്ര താരങ്ങൾ ഇവിടെ ഇതിനകം പ്രകടനം നടത്തിയിട്ടുണ്ട്. ഏപ്രിൽ 15-ന് വിഷു ദിനത്തിൽ രാത്രി 8 മണിക്ക് ടിക്കറ്റുകളുടെ ബുക്കിംഗ് ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.logafilms.com സന്ദർശിക്കുക. ലോകോത്തര നിലവാരത്തിലുള്ള സ്റ്റേജ് അവതരണങ്ങളും ഇന്ത്യൻ കലാരൂപങ്ങളും അതിന്റെ മികവും ഒരുമിക്കുന്ന ഈ ഷോ യൂറോപ്പിലെ പ്രേക്ഷകർക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗൊറില്ലയായ ഫാത്തു തന്റെ 69ാം ജന്മദിനം ബെർലിൻ മൃഗശാലയിൽ ആഘോഷിച്ചു. കഴിഞ്ഞ വർഷം ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഗൊറില്ലയായി ഫാത്തുവിനെ ഔദ്യോഗികമായി സാക്ഷ്യപ്പെടുത്തിയിരുന്നു. 1957-ൽ പശ്ചിമാഫ്രിക്കയിൽ ജനിച്ച ഫാത്തു 1959-ലാണ് യൂറോപ്പിലെത്തുന്നത്. ലുഫ്താൻസയിലെ ഉപകമ്പനിയായ സിറ്റി ലൈനിലെയും കാബിൻ ക്രൂ അംഗങ്ങൾ ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ പണിമുടക്കുകയാണ്. എന്നാൽ ഈ പണിമുടക്ക് കമ്പനിക്കും ജീവനക്കാർക്കും വലിയ തിരിച്ചടിയായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. ട്രെയിനിൽ അടിയിൽ കിടന്നിട്ടും അത്ഭുതകരമായി രക്ഷപ്പെട്ട യുവാവിനെ കണ്ട് പകച്ചുപോയി ലോക്കോ പൈലറ്റ്. ജർമ്മനിയിലെ ലൂനെബർഗ് റെയിൽവേ സ്റ്റേഷനിൽ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞാണ് സിനിമാ രംഗങ്ങളെ വെല്ലുന്ന തരത്തിലുള്ള ഒരു സംഭവം നടന്നത്. സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരുന്ന ICE അതിവേഗ ട്രെയിനിന് മുന്നിലേക്കാണ് ഒരു യുവാവ് എടുത്തു ചാടിയത്. സംഭവത്തിന്റെ ചുരുക്കം പറഞ്ഞാൽ അത്ഭുതകരമായ രക്ഷപ്പെടലാണ് ഉണ്ടായത്. പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രാക്കിലേക്ക് ചാടിയ യുവാവ് പാളത്തിന് സമാന്തരമായി ട്രെയിനിനടിയിൽ കിടന്നു. ട്രെയിൻ അയാളുടെ മുകളിലൂടെ കടന്നുപോയെങ്കിലും ഇയാൾക്ക് പരിക്കുകളൊന്നും പറ്റിയില്ല. ട്രെയിൻ നിന്ന ഉടൻ തന്നെ ഇയാൾ പാളത്തിനടിയിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ സാധനങ്ങളുമായി ഓടി രക്ഷപ്പെട്ടു. ഈ കാഴ്ച കണ്ട ലോക്കോ പൈലറ്റ് കടുത്ത മാനസിക ആഘാതത്തിലായി. തുടർന്ന് അദ്ദേഹത്തെ മാറ്റി മറ്റൊരു പൈലറ്റിനെ നിയമിച്ച ശേഷമാണ് യാത്ര തുടർന്നത്. ട്രെയിനിൽ ഉണ്ടായിരുന്ന 200 യാത്രക്കാർ സുരക്ഷിതരാണെങ്കിലും ഈ സംഭവം കാരണം 12 ട്രെയിനുകൾ വൈകുകയും സ്റ്റേഷൻ കുറച്ചു നേരത്തേക്ക് അടച്ചിടുകയും ചെയ്തു. റെയിൽവേ ഗതാഗതം അപകടത്തിലാക്കിയതിന് യുവാവിനെതിരെ ജർമ്മൻ ഫെഡറൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നോർത്തേൺ അയർലൻഡിലെ പോർട്ട് ഡൗൺ പട്ടണത്തിലെ മലയാളി അസോസിയേഷൻ നേതൃത്വം നൽകിയ ഈസ്റ്റർ, വിഷു, ഈദ് ആഘോഷം പെരുമ ഗംഭീരമായി. ഏപ്രിൽ 11-ന് വൈകുന്നേരം 6 മണിക്ക് ആരംഭിച്ച പെരുമ താരി ഫെസ്റ്റ് മതസൗഹാർദ്ദം, സാമൂഹിക ഐക്യം എന്നിവയ്ക്ക് പുറമെ വൈവിധ്യമാർന്ന കലയുടെ സമന്വയം മാനസിക ഉല്ലാസത്തിനും ഒരു സ്വാധീന ശക്തിയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു. മലയാളിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കേരളീയ കലകൾ വേദിയിൽ മികവുറ്റ രീതിയിൽ അവതരിപ്പിക്കാൻ മികച്ച പരിശീലനം ലഭിച്ച കലാകാരന്മാർക്ക് കഴിഞ്ഞു. വിവിധ പരിപാടികൾക്കൊപ്പം സ്വാദിഷ്ട ഭക്ഷണവും പങ്കെടുത്തവരുടെ വയറും നിറച്ചു. മുഖ്യാതിഥിയായി ഫാദർ ജോബ്സൺ സെന്റ് ഗ്രിഗോറിയസ് ചർച്ച് ബെൽഫാസ്റ്റ് പങ്കെടുത്ത് ആശംസകൾ നേർന്നു. വിഷ്ണു കോരത്ത്, സുനിൽ ജോസഫ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.